മാർച്ചിൻ്റെ SA2 മാരത്തോൺ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 2ാം സെമസ്റ്ററിൽ പഠിക്കുന്ന ബേസിക് പേപ്പറായ മാനുഫാക്ചറിംഗ് ടെക്നോളജിയുടെ ഒരു എക്സ്പ്ലനേഷനാണ്. മാനുഫാക്ചറിംഗ് ടെക്നോളജിയിൽ നമ്മൾ SA2 എഴുതുന്ന സമയത്ത് ഏതെല്ലാം പോർഷൻസ് ആണ് കവർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കേണ്ടത് തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു അവബോധം കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സാധാരണയായി 2ാമത്തെ എസ്സേയിൽ, അതായത് 2ാമത്തെ സമ്മേറ്റീവ് അസസ്മെന്റ് നടത്തുന്ന സമയത്ത് 3-4 മൊഡ്യൂളുകളാണ് ഉൾപ്പെടുത്താറുള്ളത്. ഈ 3-4 മൊഡ്യൂളുകൾ ഉൾപ്പെടുത്തി സമ്മേറ്റീവ് അസസ്മെന്റ് എക്സാം എല്ലാ കോളേജുകളിലും, പല കോളേജിലും നടന്നു കാണും, ചില കോളേജിൽ നടക്കാനിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു അവസരത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണമെന്ന് കൃത്യമായിട്ട് അറിയണം. നമ്മൾ SA1 ഒരു മാരത്തോൺ സെഷനിലൂടെ 1-2 മൊഡ്യൂളുകളുടെ ഒരു സെഷൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം രണ്ട് കഴിഞ്ഞു. അതിന് ശേഷം 3-4 മൊഡ്യൂളുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു സെക്കൻഡ് SA നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 3ാമത്തെ മൊഡ്യൂളിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത് മെറ്റൽ ജോയിനിങ് പ്രോസസ്സുകളായിട്ടുള്ള വെൽഡിങ്, സോൾഡറിങ് അടക്കമുള്ള കാര്യങ്ങൾ, ബ്രേസിങ് അടക്കമുള്ള കാര്യങ്ങളാണ്. ദെൻ 4ാമത്തെ മൊഡ്യൂളിൽ നോക്കിക്കഴിഞ്ഞാൽ ഫോർജിങ്, അതുപോലെ തന്നെ പ്രസ് വർക്കിംഗ് ഓപ്പറേഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇതിൽ ഈ 2 മൊഡ്യൂളുകളിലും കുറച്ചധികം തിയറി പരമായി കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് ഇതിനകത്ത് പ്രോബ്ലംസ് എന്നുള്ളൊരു വിഷയമില്ല, അല്ലെ? പ്രോബ്ലംസ് ഒന്നും തന്നെ നമ്മൾ ഈ ഒരു മൊഡ്യൂളുകളിലൊന്നും പഠിക്കാനില്ല. അപ്പോൾ പ്യുവർലി തിയറിയാണ്. അപ്പോൾ തിയറി ആയതുകൊണ്ടും തന്നെ നമ്മൾ അതിൻ്റെതായിട്ടുള്ള ടെക്നിക്കൽ ടേംസ് എന്തെല്ലാമാണ്, അതുപോലെ നമ്മളുടെ ഫിഗേഴ്സ് എങ്ങനെയൊക്കെ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിക്കണം. നമുക്കൊരു 1-2 ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. 3ാമത്തെ മൊഡ്യൂളിൽ വെൽഡിംഗ് എന്നുള്ള ഏരിയ പഠിക്കുന്ന സമയത്ത് നമ്മളവിടെ പഠിക്കുന്നതാണ് ഗ്യാസ് വെൽഡിംഗ്, അല്ലെ? ആ ഓക്സി അസറ്റ്ലീൻ ഗ്യാസ് വെൽഡിങ്ങിനെ കുറിച്ചൊക്കെ നീറ്റായിട്ട് പഠിക്കുന്നുണ്ട്. ഈ ഗ്യാസ് വെൽഡിങ്ങിൽ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലെയിംസ് യൂസ്ഡ് ഇൻ ഗ്യാസ് വെൽഡിംഗ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലെയിംസ് ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഗ്യാസ് വെൽഡിങ്ങിന് യൂസ് ചെയ്യുന്ന ഫ്ലെയിംസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 ഫ്ലെയിമുകളാണ്, അല്ലെ? ഏതൊക്കെയാണ് ആ ഫ്ലെയിം? നമുക്ക് ആ ഒരു ഫിഗറിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ന്യൂട്രൽ ഫ്ലെയിം വരുന്നുണ്ട്, കാർബറൈസിങ് ഫ്ലെയിം വരുന്നുണ്ട്, ഓക്സിഡൈസിങ് ഫ്ലെയിം വരുന്നുണ്ട്. അപ്പൊ ന്യൂട്രൽ ഫ്ലെയിം, കാർബറൈസിങ് ഫ്ലെയിം, ഓക്സിഡൈസിങ് ഫ്ലെയിം, ഈ 3 ഫ്ലെയിമുകളും എടുക്കുന്ന സമയത്ത് ഇതിന് 3നും 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അല്ലെ? ഒരേപോലെ അല്ല കാണാൻ. ന്യൂട്രൽ ഫ്ലെയിമിനെ സംബന്ധിച്ചിടത്തോളം 2 കോണുകളാണ് കാണാൻ കഴിയുന്നത്. ഒരു ഇന്നർ കോണും ഒരു ഔട്ടർ എൻവലപ്പും ആണ് കാണാൻ കഴിയുന്നതെങ്കിൽ ഈ ഒരു കാർബറൈസിങ് ഫ്ലെയിമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതിനൊരു ഇന്നർ കോൺ വരുന്നുണ്ട്, ദെൻ ഒരു ഫെദർ, അല്ലെ? അതിനകത്തൊരു മിഡിൽ കോൺ വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഒരു ഔട്ടർ എൻവലപ്പും വരുന്നുണ്ട്. ദെൻ ഓക്സിഡൈസിങ് ഫ്ലെയിമിലേക്ക് പോകുന്ന സമയത്ത് കുറച്ചുകൂടെ ഷാർപ്പ് എഡ്ജഡ് ആയിട്ടുള്ള ഒരു കോണാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ കൂടുതൽ ലെങ്ത് ഇല്ലാത്ത തരത്തിലുള്ളൊരു ഔട്ടർ എൻവലപ്പാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ അതിന്റെ തിയറി സൈഡ് കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. 3 types of gas flames used for weldings are ന്യൂട്രൽ ഫ്ലെയിം. ഫസ്റ്റത്തെ ന്യൂട്രൽ ഫ്ലെയിം. ചില ആൾക്കാർ തെറ്റി നാച്ചുറൽ ഫ്ലെയിം എന്നൊക്കെ എഴുതി വെക്കാറുണ്ട്. അപ്പൊ അത് ഇപ്പോഴേ മനസ്സിലാക്കുക, നാച്ചുറൽ ഫ്ലെയിം അല്ല, ന്യൂട്രൽ ഫ്ലെയിം ആണ്. ഓക്കെ, അപ്പൊ ഈ ഫ്ലെയിമിന്റെ പ്രത്യേകത എന്താണ്? ദ ഫ്ലെയിം ബേൺസ് ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് ഓക്സിജൻ ആൻഡ് അസറ്റ്ലീൻ. നമുക്കറിയാം, ഓക്സി അസറ്റ്ലീൻ ഗ്യാസ് വെൽഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെ? നോർമലി ചെയ്യുന്നത് ഓക്സി അസറ്റ്ലീൻ ഗ്യാസ് വെൽഡിംഗ് ആണ്. അതിൽ ഓക്സിജനും അസറ്റ്ലീനും ഒരേ ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് എങ്കിൽ അത് ന്യൂട്രൽ ഫ്ലെയിം ആണ്. ഓക്കെ, അപ്പൊ അതിന് ന്യൂട്രൽ ഫ്ലെയിം ആണ്. മാത്രമല്ല 2 എൻവലപ്പാന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം, അല്ലെ? ഇനി അതിന്റെ സൗണ്ട് ഹിസ്സിങ് സൗണ്ട് എന്നാണ് നമ്മളതിനെ പറഞ്ഞത്. ആ സൗണ്ടിന് പറയുന്ന പേര് ഹിസ്സിങ് സൗണ്ട് എന്നാണ്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ബോത്ത് വെൽഡിംഗ് ആൻഡ് ഫ്ലെയിം കട്ടിങ്. വെൽഡിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഫ്ലെയിം കട്ടിങ്ങിന് നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഏതെല്ലാം മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്? മെറ്റൽസ് ലൈക്ക് സ്റ്റീൽ, കാസ്റ്റ് അയൺ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, കോപ്പർ ആൻഡ് അലൂമിനിയം. അപ്പൊ ഇത്തരം മെറ്റൽസിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നമ്മൾ ന്യൂട്രൽ ഫ്ലെയിം ആണ് എടുക്കുന്നതെങ്കിൽ ഓക്സിജൻ കണ്ടന്റും അസറ്റ്ലീൻ കണ്ടന്റും ഈക്വൽ ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഫ്ലെയിംസിനാണ് നമ്മൾ ന്യൂട്രൽ ഫ്ലെയിം എന്ന് പറയുന്നത്. മാത്രമല്ല
ഇതിന് ഹിസ്സിങ് സൗണ്ട് ആണെന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ വെൽഡിങ്ങിനും അതുപോലെ തന്നെ ഫ്ലെയിം കട്ടിങ്ങിനും നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല സ്റ്റീൽ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാസ്റ്റ് അയൺ പോലുള്ള മെറ്റൽസിലൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് എന്നും മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ ഫ്ലെയിം ഏതാണ്? കാർബറൈസിങ് ഫ്ലെയിം ആണ്. കാർബറൈസിങ് ഫ്ലെയിമിന്റെ പ്രത്യേകത എന്താണ്? കാർബറൈസിങ് ബൈ ബേണിംഗ് എക്സസ് ഓഫ് അസറ്റ്ലീൻ വി ഗെറ്റ് ദ കാർബറൈസിങ് ഫ്ലെയിം. അപ്പോൾ അസറ്റ്ലീൻ കണ്ടന്റ് കൂടുതലായിരിക്കും എന്തില്? നമ്മുടെ കാർബറൈസിങ് ഫ്ലെയിമിൽ. അപ്പോൾ അസറ്റ്ലീൻ കൂടുതലാണെന്ന് പറഞ്ഞാൽ ഓക്സിജൻ ലെവൽ എന്താണ്? കുറവായിരിക്കും. മാത്രമല്ല 3 സോൺസ് ആയിട്ടാണ് ഇത് ഡീൽ ചെയ്യുന്നത് അല്ലെ. 3 സോൺസ് ആണ്. 3 സോൺസ് എന്ന് പറഞ്ഞാൽ ലൂമിനസ് കോൺ അല്ലെ. ലൂമിനസ് കോൺ ആൻഡ് ബിറ്റ്വീൻ ദ ലൂമിനസ് കോൺ ആൻഡ് ഔട്ടർ ബ്ലൂയിഷ് എൻവലപ്പ് ദർ ഇസ് വൺ കോൺ ഹാവിംഗ് വൈറ്റ് കളർ. അപ്പോൾ വൈറ്റ് കളറിലുള്ള ഒരു കോൺ കൂടെ ഇതിന് ഇടയിൽ വരുന്നുണ്ട് എന്നുള്ളത്. സാധാരണ മറ്റുള്ള രണ്ടെണ്ണത്തിന് ന്യൂട്രലിനായിക്കോട്ടെ അതല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഫ്ലെയിമിനായിക്കോട്ടെ 2 കോൺസ് ആണുള്ളത് അല്ലെങ്കിൽ 2 പോർഷൻസ് ആണുള്ളത്. ഈ ഒരു കാർബറൈസിങ് ഫ്ലെയിമിന് എന്താണ്? 3 സെപ്പറേറ്റ് കോൺസ് ആയിട്ടാണ് അല്ലെങ്കിൽ 3 പോർഷൻ ആയിട്ടാണ് അത് വിസിബിൾ ആവുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ കാർബൺ കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ അത് കാർബൺ കണ്ടന്റ് അല്ലെ അസറ്റ്ലീൻ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് അസറ്റ്ലീൻ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. കാർബറൈസിങ് എന്നുള്ള അത്തരത്തിൽ എന്തോ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് ഇതൊന്ന് പഠിച്ചെടുക്കുക. ഓക്കെ, കാർബറൈസിങ്. അപ്പൊ അസറ്റ്ലീൻ കൂടുതലാണ്, ഓക്സിജൻ കുറവാണ് എന്നുള്ള ആ ഒരു സംഭവം നമ്മുടെ പഠിക്കുന്ന ഒരു ടിപ്പ് ഉണ്ടാക്കി വെക്കുക. ഓക്കെ, ഇറ്റ് ഈസ് എ കാർബറൈസിങ് എഫക്ട് ഓൺ സ്റ്റീൽ കേസ് ഹാർഡിങ് സ്റ്റീൽ കോസിങ് ഹാർഡ് ബ്രിട്ടിൽ ആൻഡ് വീക്ക് വെൽഡ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ സ്റ്റീലിനൊക്കെ എന്ത് സംഭവിക്കും? അതിന് ബ്രിട്ടിൽ ആവാനും അത് വീക്ക് വെൽഡ് ആവാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ് എന്നുള്ളതാണ്. നമ്മളിത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഫ്ലെയിം ഈസ് യൂസ്ഡ് വെൽഡിംഗ് മോണൽ മെറ്റൽ, നിക്കൽ, ഹൈ കാർബൺ സ്റ്റീൽ, ലിൻഡ് വെൽഡിംഗ് ഓഫ് സ്റ്റീൽ പൈപ്സ് ആൻഡ് ഫോർ സർഫസ് ഹാർഡനിങ് ഓപ്പറേഷൻസ് ഇൻ സ്റ്റീൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസിലൊക്കെയാണ് നമ്മൾ കാർബറൈസിങ് യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ദെൻ മൂന്നാമത്തെ ഒരു ഫ്ലെയിം ആണ് ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറഞ്ഞത്. ആ ഒരു പേരിൽ തന്നെ ഓക്സിഡൈസിങ്, ഓക്സിജൻ കണ്ടന്റ് കൂടുതലാണ് അല്ലേ. Then the flame burns excess of oxygen than acetylene. അസറ്റ്ലീനെക്കാട്ടിലും ഓക്സിജൻ കണ്ടന്റ് കൂടുതലായി വരുന്ന ആ ഒരു ഫ്ലെയിം ആണ് അല്ലെങ്കിൽ ബേണിംഗ് കൂടുതലായി വരുന്ന ഒരു ഫ്ലെയിം ആണ് നമ്മൾ ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് എന്തുപോലെ തന്നെയാണ്, ന്യൂട്രൽ ഫ്ലെയിം പോലെ തന്നെയാണ് കാണാൻ, 2 ലെയറായി തന്നെയാണ്. പക്ഷേ എന്താണ് എഫക്റ്റ് തീർച്ചയായിട്ടും മാറ്റമുണ്ട് അല്ലെ, കാരണം ഓക്സിജൻ കണ്ടന്റ് ആണ് കൂടുതൽ എന്നുള്ളതുകൊണ്ട്. അപ്പൊ നമ്മൾ 3 തരം ഫ്ലെയിംസിനെ കുറിച്ചാണ് പഠിച്ചത്: ന്യൂട്രൽ ഫ്ലെയിം, കാർബറൈസിങ് ഫ്ലെയിം, ഓക്സിഡൈസിങ് ഫ്ലെയിം. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിന്റെ ഷേപ്പും കാര്യങ്ങളും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നാലാമത്തെ മൊഡ്യൂളിൽ നമുക്കറിയാം, നാലാമത്തെ മൊഡ്യൂളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഫോർജിങ് ആൻഡ് പ്രസ് വർക്കിംഗ് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളതും ഫോർജിങ് ഓപ്പറേഷൻസിനെ കുറിച്ചാണ് അല്ലെ. എന്താണ് ക്വസ്റ്റൻ? എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ അപ്സെറ്റിംഗ് ആൻഡ് സെറ്റിംഗ് ഡൗൺ? അപ്സെറ്റിങ്ങും സെറ്റിംഗ് ഡൗണും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്സെറ്റിംഗ് എന്ന ടേം നമുക്ക് ആ ഫിഗർ കാണുന്ന സമയത്ത് 4.18ന്റെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, നമ്മൾ അത് അടിച്ചമർത്തുന്നതിനനുസരിച്ച് അതിന്റെ ആ ഒരു ലെങ്ത് കുറഞ്ഞുകൊണ്ട് തിക്നെസ് കൂടുന്നുണ്ട് അല്ലെ. നമ്മൾ അതിനെ മുകളിൽ സ്ട്രൈക്ക് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ ലെങ്ത് കുറഞ്ഞ് തിക്നെസ് കൂടി വരും. അപ്പൊ ആ ഒരു പ്രോസസ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, അപ്സെറ്റിംഗ് ഓർ ഹെഡിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് ദ തിക്നെസ് ഇൻക്രീസ് ചെയ്യുക ഓഫ് എ ബാർ അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ഇറ്റ്സ് ലെങ്ത് എക്സ്പെൻസ് ആയിക്കൊണ്ട് അല്ലെങ്കിൽ ലെങ്ത് കുറച്ചുകൊണ്ട് അതിന്റെ തിക്നെസ് ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് അപ്സെറ്റിംഗ് എന്നുള്ളത്. ഓക്കെ, അപ്സെറ്റിംഗ്. ദിസ് ഇസ് ഓപ്പോസിറ്റ് ടു ഡ്രോയിങ് ഡൗൺ. അപ്പൊ ആ ഒരു ഡ്രോയിങ് ഡൗൺ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിന്റെ ഓപ്പോസിറ്റ് ആണ് എന്തെന്ന് പറഞ്ഞത്? അപ്സെറ്റിംഗ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അതിന്റെ ലെങ്ത് കൂട്ടുന്നതാണ് ഡ്രോയിങ് ഡൗൺ എങ്കിൽ, നമ്മൾ അതിന്റെ ലെങ്ത് കുറച്ചുകൊണ്ട് അതിന്റെ തിക്നെസ് കൂട്ടുന്നതാണ് അപ്സെറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, ഈ ഒരു പ്രോസസ്സിന് പറയുന്ന മറ്റൊരു പേര് അപ്സെറ്റിംഗ് ഇസ് ഓൾസോ നോൺ ആസ് ജമ്പിങ് അപ്പ് എന്നും ഇതിനെ എന്ത് പറയാറുണ്ട്. ജമ്പിങ് അപ്പ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താവും? നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുവിന്റെ മേലെ കയറി കഴിഞ്ഞാൽ ജമ്പിങ് അപ്പ് ആയി കഴിഞ്ഞാൽ അത് ലെങ്ത് കുറഞ്ഞുകൊണ്ട് അതിന്റെ തിക്നെസ് കൂടും എന്നുള്ളൊരു ഇപ്പൊ പഠിക്കാനുള്ള ഒരു ടെക്നിക്ക് കൂടെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, ദെൻ സെറ്റിംഗ് ഡൗൺ എന്നുള്ള അടുത്തൊരു ഓപ്പറേഷൻ. It is the local thinning down operation affected by the set hammer or set. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഫിഗറിൽ കാണാം സെറ്റിംഗ് ഡൗൺ ഓപ്പറേഷൻ കാണാൻ കഴിയും. ഒരു സെറ്റ് ഹാമറിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് വേണ്ടുന്ന ഭാഗം മാത്രം നമുക്കൊന്ന് ഒരു കുഴിച്ചെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഷേപ്പിലേക്ക് മാറ്റിയെടുക്കണമെങ്കിൽ അവിടെ സെറ്റ് ഹാമറിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരത്തിൽ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ന് പറയുന്നത് സെറ്റിംഗ് ഡൗൺ. യൂഷ്വലി ദ വർക്ക് ഈസ് ഫുള്ളേഡ് അറ്റ് ദ പ്ലേസ് വെർ ദ സെറ്റിംഗ് ഡൗൺ കമൻസസ്. അപ്പൊ നമുക്ക് എവിടെയാണ് സെറ്റിംഗ് ഡൗൺ വേണ്ടുന്നത് അവിടെ ഒരു സെറ്റ് ഹാമറിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് അവിടെ നമ്മൾ ബ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അതിൻ്റെതായിട്ടുള്ള ഷേപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. അപ്പൊ നമുക്ക് ഫോർജിങ് ഓപ്പറേഷൻസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോർജിങ് ഓപ്പറേഷൻസ് വരുന്നുണ്ട്, ഫോർജിങ് ടൂൾസ് വരുന്നുണ്ട്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന സെറ്റിംഗ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഫോർജിങ് എന്നുള്ളൊരു സെഷനിൽ പഠിച്ചെടുക്കണം. അപ്പോൾ പ്രത്യേകിച്ചും ഫോർജിങ് ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്, ഫോർജിങ് ടൂൾസ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ. ഇനി 7 മാർക്കിനൊക്കെ നമ്മളടുത്ത് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് വെൽഡിംഗ് സെഷനിൽ 3ാമത്തെ മൊഡ്യൂളിൽ നിരന്തരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് മിഗ് വെൽഡിംഗ്, ടിഗ് വെൽഡിംഗ്, തെർമിറ്റ് വെൽഡിംഗ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ അബൌട്ട് മിഗ് വെൽഡിംഗ്, MIG അല്ലെ, മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്. മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഫിഗർ കൃത്യമായിട്ട് റീഡ് ചെയ്യുക ആദ്യം തന്നെ. ആ ഒരു ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും അല്ലേ. കാരണം ഒരു ബേസ് മെറ്റൽ ഉണ്ട്, അതേപോലെ തന്നെ നമുക്കൊരു ചെയ്യേണ്ടുന്ന ഒരു മെറ്റൽ പോർഷനും വരുന്നുണ്ട് അല്ലെ. അതിൽ മോൾട്ടൺ മെറ്റൽ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പൊ നമ്മളൊരു വെൽഡിംഗ് ടോർച്ച് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഉള്ളിലാണ് ഇലക്ട്രോഡ് വരുന്നത്. അതിന്റെ ഈ ഇലക്ട്രോഡിന്റെ ചുറ്റിലും എന്ത് പാസ് ചെയ്യുന്നുണ്ട്, ഇനേർട്ട് ഗ്യാസ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പം മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് എന്നാണ് അതിന്റെ പേര് തന്നെ അല്ലെ. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഒരു കൺസ്യൂമബിൾ ഇലക്ട്രോഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്ന ഇലക്ട്രോഡ് റോഡാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അത് ഒരു റോഡിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഈ നോസിലിനകത്ത് എന്താണ്, ഒരു ഇലക്ട്രോഡ് ഉണ്ട്, അതിനകത്ത് കൂടെ ഇനേർട്ട് ഗ്യാസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മറ്റ് കണ്ടാമിനൻസോ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറുമായി ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇനേർട്ട് ഗ്യാസ് ഇവിടെ നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു ഫിഗർ നീറ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ദിസ് വെൽഡ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്. അപ്പോൾ GMAW ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്നും നമ്മൾ എന്തെന്ന് പറയാറുണ്ട്, ഈ മിഗ് വെൽഡിങ്ങിനെ പറയാറുണ്ട് അല്ലെ. മിഗ് വെൽഡിങ്ങിനെ GMAW എന്നും പറയാറുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ദെൻ മിഗ് വെൽഡിംഗ് ഈസ് എ റിഫൈൻമെന്റ് ഓഫ് ടിഗ് വെൽഡിംഗ്. ഇപ്പൊ ടിഗ് വെൽഡിങ്ങുമായി എന്തിന് കണക്ഷൻ ഉണ്ട്, മിഗ് വെൽഡിങ്ങിന് ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ടിഗിൽ നിന്നും രൂപപ്പെട്ടു വന്നിട്ടുള്ള മറ്റൊരു ഫോമാണ് അല്ലെ, മറ്റൊരു ഫോമാണ് എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മിഗ് വെൽഡിംഗ് ഈസ് ഡൺ ബൈ യൂസിങ് കൺസ്യൂമബിൾ വയർ ഇലക്ട്രോഡ് ടു മെയിൻറ്റെയിൻ ദ ആർക്ക് ആൻഡ് ടു പ്രൊവൈഡ് ഫില്ലർ മെറ്റൽ. അപ്പോൾ ഈ ഒരു കൺസ്യൂമബിൾ വയർ ഇലക്ട്രോഡാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് ആർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഈ ഒരു സംഭവം നമുക്ക് എങ്ങനെ ആ ഒരു റീൽ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത് അല്ലെ. അപ്പോൾ ആ റീലിൽ നിന്ന് അറേഞ്ച് ചെയ്തിട്ട് കൺസ്യൂമബിൾ ഇലക്ട്രോഡിനെ നമുക്ക് വിഡ്രോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ദ വയർ ഈസ് ഫെഡ് ത്രൂ ദ വെൽഡിംഗ് ഗൺ അറ്റ് എ കൺട്രോൾഡ് സ്പീഡ് വിത്ത് എ ഇനേർട്ട് ഗ്യാസ്. അപ്പോൾ ഈ ഒരു ഗണ്ണിലൂടെ നമ്മൾ ആ നോസിലിനകത്ത് കൂടെ ഒരു കൺട്രോളിങ് സ്പീഡിൽ ഇനേർട്ട് ഗ്യാസിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ദെൻ പൊളാരിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നത് റിവേഴ്സ് പൊളാരിറ്റി ഡയറക്റ്റ് കറണ്ട് ആണ് യൂസ് ചെയ്യുന്നത്. The inert gas is replaced by carbon dioxide. It is called CO2 arc welding. നമ്മൾ ഈ ഇനേർട്ട് ഗ്യാസിന് പകരം CO2 ആണ് അവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ അത്തരം വെൽഡിങ്ങിന് നമ്മൾ പറയുന്ന പേര് CO2 വെൽഡിംഗ് ആണ്, CO2 ആർക്ക് വെൽഡിംഗ് എന്നാണ്. അപ്പൊ ഈ ഒരു മിഗിന്റെ അഡ്വാൻറ്റേജസും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവാം. ഫാസ്റ്റ് ആൻഡ് എക്കണോമിക്കൽ ആണ്, വെൽ ഇൻ ഓൾ പൊസിഷൻസ് ആണ്, നോ ഫ്ലെക്സിസ് റിക്വയർഡ് ആണ്. അപ്പോൾ ഫാസ്റ്റ് ആൻഡ് എക്കണോമിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ മറ്റുള്ളതിനൊക്കെ അപേക്ഷിച്ച് അല്ലെ സ്പീഡായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, അതേപോലെ എക്കണോമിക്കൽ ആണ്. ദെൻ ഏത് പൊസിഷനിലും നമുക്ക് ഓവർ ഹെഡ് പൊസിഷൻ ആണെങ്കിലും ഫ്ലാറ്റ് പൊസിഷൻ ആണെങ്കിലും വെർട്ടിക്കൽ ആണെങ്കിലും ഹൊറിസോണ്ടൽ ആണെങ്കിലും ഒക്കെ ഏത് പൊസിഷനിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, വെൽഡ് ചെയ്യാൻ പറ്റും. മറ്റു ഫ്ലെക്സിന്റെയോ മറ്റുള്ളതിന്റെയോ ആവശ്യമില്ല എന്നുള്ളതാണ്. ഇനേർട്ട് ഗ്യാസ് ഇസ് സെയിം ആസ് ഇൻ ടിഗ് വെൽഡിംഗ്. നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നതും ടിഗ് വെൽഡിങ്ങിന് യൂസ് ചെയ്യുന്ന ഇനേർട്ട് ഗ്യാസിനെയാണ്. മെറ്റൽ തിക്നെസ് അബൌട്ട് 40 mm ക്യാൻ ബി വെൽഡഡ്. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് അല്ലെ. 40 mm വരെയുള്ള തിക്നെസ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിനെ വെൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇനി അതിന്റെ ലിമിറ്റേഷൻസ് എന്താണ്, മിഗ് വെൽഡിങ്ങിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എക്യുപ്മെന്റ് യൂസ്ഡ് ഈസ് കോസ്റ്റ്ലിയർ ആൻഡ് ലെസ് പോർട്ടബിൾ. നമ്മൾ കുറച്ച് കോസ്റ്റ്ലിയർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല എല്ലായിടത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പോർട്ടബിൾ അല്ല.
ഓക്കെ. പ്ലസ് സ്യൂട്ടബിൾ ഫോർ ഔട്ട്ഡോർ വർക്ക്. ഔട്ട്ഡോർ വർക്ക്സിന് എല്ലാറ്റിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സിമ്പിൾ ആയിട്ടുള്ള വർക്ക്സിന് കഴിയുന്നുണ്ട് എങ്കിൽ കൂടി എങ്കിലും നമുക്ക് എല്ലാ ഔട്ട്ഡോർ വർക്കിനും ഈ ഒരു വർക്കിംഗ് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ. ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓൾ കൊമേഴ്ഷ്യലി അവൈലബിൾ മെറ്റൽസ് ക്യാൻ ബി വെൽഡഡ്. നമുക്ക് കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ഒട്ടുമിക്ക മെറ്റലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിഗ് വെച്ചുകൊണ്ട് വെൽഡ് ചെയ്യാൻ കഴിയും. ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡീപ് ഗ്രൂവ് വെൽഡിംഗ് ഓഫ് പ്ലേറ്റ്സ് ആൻഡ് കാസ്റ്റിങ്സ്. അപ്പോൾ ഡീപ് ഗ്രൂവ് വെൽഡിങ്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. മോർ അഡ്വാൻറ്റേജസ് ഓൺ ലൈറ്റ് ഗേജ് മെറ്റൽസ് വേർ ഹൈ സ്പീഡ്സ് ആർ പോസിബിൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ പറ്റുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ മിഗ് വെൽഡിംഗ് എന്ന ഒരു വെൽഡിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത് എങ്കിൽ കൂടി മറ്റ് ടിഗ് ആണെങ്കിലും തെർമിറ്റ് ആണെങ്കിലും SMAW ആണെങ്കിലും എല്ലാ ആർക്ക് വെൽഡിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ആണെങ്കിലും ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് പഠിക്കണം. അതിൻ്റെ ആപ്ലിക്കേഷൻസിനെ കുറിച്ചും അതിൻ്റെ ലിമിറ്റേഷൻസിനെ കുറിച്ചും കൃത്യമായിട്ട് ഒരു അറിവുണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇനി 4ാമത്തെ മൊഡ്യൂളിലും ഇത്തരത്തിൽ 7 മാർക്കിനൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർജിങ് എന്നുള്ള പോർഷനിലും വരുന്നുണ്ട്, അതേപോലെ തന്നെ പ്രസ് വർക്കിംഗ് ഓപ്പറേഷൻസിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഫോർജിങ് ആയിക്കോട്ടെ പ്രസ് വർക്കിംഗ് ആയിക്കോട്ടെ, ഇതിൽ രണ്ടിലും യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സിനെ കുറിച്ചും ഇതിന്റെ ഡിഫറെന്റ് ആയിട്ട് വരുന്ന പ്രോസസ്സുകളെ കുറിച്ചും കൃത്യമായിട്ട് അറിവ് വേണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റനിൽ ചോദിച്ചുള്ളൂ, വിച്ച് ആർ ദി ഡിഫറെന്റ് പ്രസ് വർക്കിംഗ് ഓപ്പറേഷൻസ്, എക്സ്പ്ലെയിൻ എനി ടു. അപ്പോൾ പ്രസ് വർക്കിംഗ് ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്, ഏതെങ്കിലും രണ്ടെണ്ണത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മുടെ അടുത്ത് ഈ ഒരു ചോദ്യത്തിൽ ചോദിച്ചുള്ളത്. അപ്പോൾ ഡിഫറെന്റ് ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ബ്ലാങ്കിങ്, പഞ്ചിങ്, നോച്ചിങ്, പെർഫറേറ്റിംഗ്, ട്രിമ്മിങ്, ലാൻസിങ്, ഷേവിങ്, ഷിയറിങ്. ഷിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കട്ടിങ്ങിനെയാണ് അല്ലേ. അപ്പോൾ തുടങ്ങിയുള്ളത് ഇതെല്ലാം എന്താണ്? ഡിഫറെന്റ് പ്രസ് വർക്കിംഗ് ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രസ്സിലൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പഞ്ചിന്റെ ഹെൽപ്പോട് കൂടി നമ്മൾ ചെയ്യുന്നതാണ് പ്രസ് വർക്കിംഗ് ഓപ്പറേഷൻസ് എല്ലാം വരുന്നത് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ 2 ഓപ്പറേഷൻസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ബ്ലാങ്കിങ് ആണ്. ബ്ലാങ്കിങ് ഇപ്പോൾ ബ്ലാങ്ക് ഫോം ചെയ്തെടുക്കുക എന്ന് തന്നെയാണ് നമ്മൾ അതിനെ പറയാം. അപ്പോൾ ഈ ഫിഗർ ആദ്യം ജസ്റ്റ് ഒന്ന് നോക്കുക. ഫിഗർ നോക്കുന്ന സമയത്ത് നമുക്കൊരു പഞ്ച് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. നമുക്കൊരു ബ്ലോ കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രഷർ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പഞ്ച് കാണാൻ കഴിയുന്നുണ്ട്. ഈ പഞ്ചിനെ നമ്മളൊരു ഡൈൻ്റെ മുകളിൽ വെച്ചുകൊണ്ട്, ഇപ്പോൾ വർക്ക് പീസ് ഈ ഒരു ഡൈൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് പഞ്ച് വെച്ചൊരു പ്രഷർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഡൈ ഏത് ഷേപ്പാണോ അതിനനുസരിച്ച് ഒരു റിക്വയർഡ് പാർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ, താഴോട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ പോർഷൻ, ഇപ്പോൾ വലിയൊരു പ്ലേറ്റ് എടുത്താലും അതിന് ചെറിയൊരു പോർഷൻ മാത്രമായിരിക്കും ആ ബ്ലാങ്കിങ്ങിന്റെ ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിസൾട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അതിന് കിട്ടേണ്ടുന്ന ഒരു ചെറിയൊരു പോർഷൻ ആയിരിക്കും. അതാണ് ബ്ലാങ്കിങ് പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ റിക്വയർഡ് പ്രൊഡക്റ്റ് ഈ ചെറുതാണ്. അപ്പോൾ പ്രൊഡക്റ്റിനനുസരിച്ചുള്ള ഒരു ഡൈ ആണ് നമ്മൾ വെക്കേണ്ടുന്നത്. അതിനനുസരിച്ച് വേണം പ്ലേസിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. ദ ബ്ലാങ്കിങ് ഈസ് എ കട്ടിംഗ് ഓപ്പറേഷൻ ഓഫ് എ ഫ്ലാറ്റ് മെറ്റൽ ഷീറ്റ് അല്ലെ. ഫ്ലാറ്റ് മെറ്റൽ ഷീറ്റ് കട്ട് ചെയ്യുന്ന ഓപ്പറേഷൻ ആണ്. ദ ആർട്ടിക്കിൾ പഞ്ച്ഡ് ഈസ് ഔട്ട് നോൺ ആസ് ബ്ലാങ്ക്. അപ്പൊ എന്താണോ പഞ്ച് ചെയ്ത് പുറമേക്ക് എടുക്കുന്ന പീസ് അതാണ് നമ്മുടെ ബ്ലാങ്ക് എന്ന് മനസ്സിലാക്കുക. ബ്ലാങ്ക് ഈസ് ദ റിക്വയർഡ് പ്രൊഡക്റ്റ് ഓഫ് ദ ഓപ്പറേഷൻ ആൻഡ് ദ മെറ്റൽ ലെഫ്റ്റ് ബിഹൈൻഡ് ദ കൺസിഡേർഡ് ആസ് വേസ്റ്റ്. അപ്പൊ നമ്മൾ ഒരു ഷീറ്റിൽ നിന്ന് ഒരു ബ്ലാങ്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ആ ഷീറ്റ് എന്താണ്? വേസ്റ്റ് ആണ് എന്നർത്ഥം. ഓക്കെ. അപ്പൊ ഷീറ്റിന്റെ കേസിൽ നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പോർഷൻ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലാങ്കിങ് ഓപ്പറേഷൻ എടുക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി പഞ്ചിങ്, നമ്മൾ എന്താണോ ബ്ലാങ്കിങ്ങിൽ ചെയ്തത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പഞ്ചിങ്ങിൽ. അപ്പൊ നേരത്തെ നമ്മൾ ബ്ലാങ്ക് ആയിരുന്നു നമ്മുടെ റിക്വയർഡ് പാർട്ട് അല്ലെ, നമുക്ക് ആവശ്യമുള്ള പാർട്ട് അതായിരുന്നു. പക്ഷെ പഞ്ചിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? വേസ്റ്റ് പാർട്ടാണ്. അത്രമാത്രം ഇതിനെ സംബന്ധിച്ചിടത്തോളം മാറ്റം വരുന്നുള്ളൂ. ഒരു ഷീറ്റിന്റെ കേസിൽ ആ ഷീറ്റിൽ പഞ്ച് ചെയ്യുന്ന സമയത്ത് ആ വേസ്റ്റ് പാർട്ട് താഴെ പോവുകയും ചെയ്യും. നമുക്ക് വേണ്ടുന്ന റിക്വയർഡ് പാർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഡൈൻ്റെ മുകളിൽ അവിടെ സെറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് ഒരു പഞ്ചിങ്ങിന്റെ ഫൈനൽ റിസൾട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം. പഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കട്ടിംഗ് ഓപ്പറേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് which holes of various shapes are produced in the sheet metal. അപ്പോൾ ഷീറ്റ് മെറ്റലിൽ കട്ടിങ് നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പഞ്ചിങ് എന്നുള്ള ഈ ഒരു ഓപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ദെൻ it is similar to blanking, only the main difference is that the hole is the required product and the material is punched out from the hole is considered as a waste. അപ്പോൾ ഹോൾ ആണ് നമ്മൾ ഈ കട്ട് ചെയ്തെടുക്കുന്ന ഈ ഒരു പീസാണ് അതിന്റെ വേസ്റ്റ്, ബാക്കിയുള്ളത് നമ്മുടെ റിക്വയർഡ് പാർട്ടായിട്ട് മാറുന്നുണ്ട്.
അപ്പോൾ നമ്മളിപ്പോൾ 2 ഓപ്പറേഷൻ ബ്ലാങ്കിങ്ങും പഞ്ചിങ്ങും മാത്രമാണ് പറഞ്ഞുള്ളത്. ഇതുപോലെ നോച്ചിങ്ങും പെർഫറേറ്റിംഗ് അടക്കമുള്ള ഒരുപാട് ഓപ്പറേഷൻസ് വരുന്നുണ്ട്. ഇതൊക്കെ ഇതേപോലെ ഇതിൻ്റെ കണ്ടീഷൻ എന്താണ് എന്നുള്ള കാര്യം മാത്രം, നമ്മൾ അതിൻ്റെ ഡൈ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, പഞ്ച് ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഏതാണ് അതിൽ വേസ്റ്റ് വരുന്നത്, ഏതാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള പോർഷൻ എന്നുള്ള കാര്യങ്ങളിൽ മാത്രമാണ് മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അത്തരത്തിലുള്ള ഫോർജിങ് ഓപ്പറേഷൻസും പ്രസ് വർക്കിംഗ് ഓപ്പറേഷൻസ് ഒക്കെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ താരതമ്യേന ഒരു ലെങ്ത് കുറഞ്ഞ അല്ലെങ്കിൽ കുറഞ്ഞ കാര്യങ്ങൾ മാത്രം പഠിക്കാനുള്ള ഒരു മൊഡ്യൂളാണ് 4ാമത്തെ മൊഡ്യൂള്. അപ്പോൾ അതുകൊണ്ടും തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ, ആ ഒരു ഏരിയ പഠിച്ചെടുക്കാൻ നല്ല സിമ്പിളാണ്. കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആ പോർഷൻസിനെ കവർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ആ ഒരു അറിവോട് കൂടി തന്നെ പഠിച്ചെടുക്കാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ എനിവേ SA2 മാരത്തോൺ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. SA2 എക്സാം നടക്കുന്ന സമയത്ത് എല്ലാവരും ഈ തരത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ എന്നുള്ളതൊക്കെ കൃത്യമായി പഠിച്ച് നല്ല രീതിയിൽ എക്സാം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്.